ഹായ് ഓൾ, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. നമ്മുടെ 28 ഡേയ്സിൻ്റെ മാജിക് പ്രാക്ടീസസിൻ്റെ 4ാമത്തെ ഡേ ആണെന്ന്. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃതജ്ഞതയിലൂടെ എങ്ങനെ നമ്മുടെ പരിപൂർണ്ണ ആരോഗ്യം നമുക്ക് സ്വന്തമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലേ. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഉള്ള ആരോഗ്യത്തിന് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമുക്കതിലൂടെ പരിപൂർണ്ണ ആരോഗ്യം നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. അതിനായിട്ട് നമ്മുടെ ഓരോ അവയവത്തിനും നമ്മൾ നന്ദി പറയണം. അത് എന്തിനാണ്? നമുക്ക് ഇപ്പം എക്സാമ്പിൾ നമ്മുടെ കണ്ണുകൾ ഉള്ളത് കൊണ്ടാണല്ലേ നമ്മൾ ഈ ലോകത്തെ മുഴുവനും നമ്മൾ കാണുന്നതും നമ്മുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം കാണുന്നതും നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉള്ളത് കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്ക് എത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ കണ്ണുകൾ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമാവുന്നതെന്നും എന്തിനാണ് നമ്മുടെ കണ്ണുകൾക്ക് നന്ദി പറയേണ്ടതെന്നും പറഞ്ഞ് നമ്മൾ നന്ദി പറയുക. അങ്ങനെ ഓരോ അവയവത്തിനും, നമ്മുടെ ചെവികൾക്കായാലും, നമ്മുടെ കൈ, നമ്മുടെ കാലുകൾ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ്, അതുപോലെ നമ്മുടെ ബ്രെയിനും എല്ലാത്തിനും നമ്മൾ അത്രമാത്രം നമ്മുടെ അവയവങ്ങളോടെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഉള്ള ആരോഗ്യത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യം നിലനിർത്തുകയും കൂടുതൽ ആരോഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് രാവിലെയോ വൈകുന്നേരം നമുക്ക് സമയം ഇഷ്ടമുള്ളപ്പോഴെല്ലാം നമുക്ക് നന്ദി പറയാം. നമ്മളെപ്പോഴും നമ്മൾ നല്ല ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി പറയണം. എൻ്റെ കണ്ണുകൾ എനിക്ക് എന്തെല്ലാം ഉപയോഗങ്ങളാണ് നമ്മുടെ കണ്ണുകൾ നമുക്ക് ചെയ്യുന്നത് അല്ലേ. എത്രയും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ആ കണ്ണുകൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ ചെവികൾ, എൻ്റെ കൈകാലുകൾ, എൻ്റെ ഇന്റേണൽ ഓർഗാൻസ്, എൻ്റെ ബ്രെയിൻ അല്ലേ, എല്ലാം നമുക്ക് അത്രമാത്രം അവയോട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ അവയവവും നമ്മൾ പറഞ്ഞ് പ്രത്യേകം നന്ദി പറയുക. അതോടൊപ്പം നമ്മുടെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് കാണുന്ന രീതി വലിപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആരോഗ്യമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്, എൻ്റെ ആരോഗ്യമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ബെഡ്റൂമിൽ കയറുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കാണാനിടയാവുകയും എന്നിട്ട് ആ വാക്കുകൾ, എൻ്റെ ആരോഗ്യമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്, ഈ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ പറയുക. വളരെ എഫക്റ്റീവാണ്. നമ്മൾ